വൈകുണ്ഠ ഏകാദശി വ്രതത്തിൻ്റെ ശക്തി അറിയൂ. സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ച് അറിയാവുന്നവർ ചുരുക്കമാണ്. ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണമെന്ന് പറയുന്നു. മോക്ഷമാണ് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകതയായി പറയുന്നത്. സ്വർഗവാതിൽ ഏകാദശി നാൾ വിഷ്ണുപുരിയുടെ വാതിൽ തുറക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ ഏകാദശിയെ വൈകുണ്ഠ ഏകാദശി എന്നും പറയാറുണ്ട്. അന്നു വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നാലമ്പലത്തിൻ്റെ ഒരു വാതിൽ കൂടി കയറി തൊഴുത് മറ്റൊരു വാതിലൂടെ പുറത്തിറങ്ങിയാൽ ആഗ്രഹിച്ച ഫലം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പൂർണ്ണ ഉപവാസമാണ് ഏകാദശിയിൽ പ്രാധാന്യമുള്ളത്. ദശമി നാൾ ഒരു നേരം ആഹാരം കഴിച്ച് ഏകാദശി നാൾ പുലർച്ചെ കുളി കഴിഞ്ഞ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വിഷ്ണു കീർത്തനങ്ങൾ ചൊല്ലി ക്ഷേത്രത്തിൽ തന്നെ ഉപവാസം ഇരിക്കണം. അരിയാഹാരം പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. പൂർണ്ണമായും ഉപവാസം എടുക്കുവാൻ പറ്റാത്തവർക്ക് ഇടയ്ക്ക് പഴമോ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങളോ കഴിക്കാം. എന്നാൽ ത്രിസന്ധ്യ കഴിഞ്ഞാൽ ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല. പിറ്റേന്ന് ദ്വാദശിയിൽ കുളിച്ച് വ്രതം വീടണം. ദാനങ്ങൾ നടത്തുന്നതും ഉചിതമായി പറയുന്നുണ്ട്. ആത്മനിയന്ത്രണമാണ് ഉപവാസങ്ങൾ നമുക്ക് നൽകുന്നത്. മനസ്സിൽ സാത്വിക ഗുണം വളർത്തി ഈശ്വരചിന്തകളാൽ മനസ്സിനെ നന്മയുടെ പാതയിലേക്ക് വളർത്തുക എന്നതാണ് ഏകാദശി പോലുള്ള വ്രതങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്.